വെൽക്കം ബാക്ക് ടു ഷിദാസ് ടോക്ക്. ഡിയേഴ്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിന്റെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠഭാഗത്തുള്ള ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്ന് തുടങ്ങുന്ന ഗ്രാമർ ആക്ടിവിറ്റിയാണ്. ഇതിനു മുമ്പ് ലെസൺ ഡിസ്ക്രിപ്ഷനും ഇതിലുള്ള ബാക്കി വൈൽ വി റീഡ് എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പിന്നെ ലെറ്റർ, കോൺവെർസേഷൻ, ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ലിറ്റിൽ തിങ്സ് മാറ്റർ. Shamsuddin had great affection for me and encouraged me in so many ways that he became a guiding light for me. What could be the meaning of a guiding line in this context? അപ്പൊ നമ്മുടെ ആ ഒരു ലെസണിൽ തന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കലാം ഷംസുദ്ദീനെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ ഗൈഡിങ് ലൈറ്റ് എന്നത് എന്താണ് ഈ പാഠഭാഗത്ത് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഗൈഡിങ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർഗദീപം, വഴികാട്ടി എന്നൊക്കെയുള്ള അർത്ഥമാണ് വരിക. അപ്പൊ വാട്ട് ഡു വി കോൾ സച്ച് ഫ്രേസസ്? ഇത്തരം ഫ്രേസസിനെ എന്താ വിളിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫ്രേസസുകളെ നമ്മൾ വിളിക്കുന്നത് ഇഡിയംസ് എന്നാണ്. അപ്പോൾ ആ ഇഡിയംസ് എന്താണ് എന്നുള്ള ഡിസ്ക്രിപ്ഷനും ആ ഒരു യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. An idiom is a phrase and expression that has a figurative meaning different from the literal meaning of its individual words. അപ്പോൾ idioms എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന വേർഡിന്റെ കറക്റ്റ് നമ്മൾ ട്രാൻസ്ലേഷൻ എടുത്താലുള്ള മീനിങ് അല്ല നമുക്ക് കിട്ടുക, അതിന്റെ സെപ്പറേറ്റ് വേറെ തന്നെ മീനിങ് ആണ് നമുക്ക് കിട്ടുക. ഓരോ ഇഡിയത്തിന്റെയും അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഒരു ബി ക്വസ്റ്റ്യൻ നോക്കൂ. Now match the following idiomatic phrases with their corresponding meanings. You may refer to a dictionary. അപ്പൊ ഇതിന്റെ കറക്റ്റ് മീനിങ് ഇവിടെ ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്ന ഇഡിയമിന്റെ കറക്റ്റ് മീനിങ് നമ്മൾ തൊട്ടടുത്ത ബോക്സിൽ നിന്നും എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പൊ കീപ് ആൻ ഐ ഔട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? അപ്പൊ അതിവിടെ നമുക്ക് വരുന്നത് ടു വാച്ച് കെയർഫുള്ളി ഫോർ സംതിങ് ഓർ സംവൺ ടു എപ്പിയർ. അതിന് സെക്കൻഡ് ഇഡിയം എന്താ? സ്റ്റേ ഇൻ ടച്ച്, അല്ലെ? സ്റ്റേ ഇൻ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? നമ്മൾ തുടർന്നും ആ ഒരു ബന്ധം തുടരുക, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നിലനിർത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരിക, അല്ലെ? അപ്പൊ അതിവിടെ അർത്ഥം വന്നിരിക്കുന്നത് സ്റ്റേ കണക്റ്റഡ്. അതിലെ ലാസ്റ്റ് ഇഡിയം വരുന്നത് കീപ് വൺസ് വേർഡ്, നമ്മൾ വാക്ക് പാലിക്കുക എന്നൊക്കെ പറയും, അല്ലെ? അപ്പൊ ടു ഡു വാട്ട് വൺ പ്രോമിസ്ഡ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. Fill in the blanks with the suitable idiomatic phrases from the table above. അപ്പോൾ ഇവിടെയുള്ള ഈ ബ്ലാങ്കുകൾ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഇഡിയോമാറ്റിക് ഫ്രേസസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. Mani's father asked Granny and Mani to dash with him during their journey to Nain and to return the next day. അപ്പോൾ മണിയുടെ അച്ഛൻ എന്ത് ചെയ്യാണ്? ഗ്രാനിയോടും മണിയോടും പറഞ്ഞിട്ടുണ്ട് യാത്രയിലും തിരിച്ചു വരുമ്പോഴും അവരെന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? പരസ്പരം കണക്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ സ്റ്റേ ഇൻ ടച്ചാണ് അവിടെ നമുക്ക് എഴുതാൻ പറ്റുക. വെൻ ഇറ്റ് വാസ് ടൈം ഫോർ ദർ അറൈവൽ ഹി കുഡിൻറ്റ് ഹെൽപ്പ് ബട്ട് ഡാഷ് ഫോർ ദം. അവർ തിരിച്ചു വരുന്ന ആ ഒരു ടൈമായപ്പോൾ മണിയുടെ അച്ഛന് അവർ വരുന്നുണ്ടോയെന്ന് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? അവർ വരുന്നുണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ള ആ ഒരു അർത്ഥമാണ് വരിക. അപ്പോൾ അവിടെ എന്താ വരിക? നമ്മൾ നേരത്തെ പഠിച്ച നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥം വരുന്ന കീപ്പ് ആൻ ഐ ഔട്ട്. ദ ഡാഷ് ആൻഡ് അറൈവ്ഡ് ഓൺ ടൈം. അവരെന്ത് ചെയ്തു? കൃത്യസമയത്തെത്തി വാക്കു പാലിച്ചു. കീപ്പ് വൺസ് വേർഡ്. ആ രീതിയിലാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വെൻ ഐ വാസ് അബൌട്ട് 8, വേൾഡ് വാർ II ബ്രോക്ക് ഔട്ട്. ഡെയിലി ലൈഫ് however remained fairly unaffected initially, particularly for us in the southern tip of the country. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് മൈറ്റ് ബി ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ബ്രോക്ക് ഔട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ബ്രോക്ക് ഔട്ട് എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ടു മേക്ക് എ സഡൻ സ്റ്റാർട്ട്, നമ്മൾ പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഇവിടെ ബ്രോക്ക് ഔട്ടിനുള്ളത്. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് നൗ ട്രൈ ടു യൂസ് ദ ഫ്രേസൽ വെർബ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ ആൻഡ് കംപ്ലീറ്റ് യങ് കലാംസ് ഡയറി വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫ്രേസൽ വെർബ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു പാസേജ്
നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ ഓരോന്നിന്റെയും അർത്ഥം എന്താണെന്ന് നോക്കാം. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷയോടെ കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരിക. ഹാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാസേജിലും അതിനനുസരിച്ചിട്ട് അതിന് ചെറിയ മാറ്റങ്ങൾ വരും. അർത്ഥമായിട്ട് വരുന്നത് ധൈര്യമായി നിലകൊള്ളുക, പിടിച്ചു നിൽക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇതൊക്കെ ഹാങ്ങിൻ എന്ന ഫ്രേസൽ വേർബിന്റെ അർത്ഥങ്ങളാണ്. അടുത്ത ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ക്യാരി ഓൺ. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. പിന്നെയുള്ളത് ടോസ് ഔട്ട്. ടോസ് ഔട്ട് വലിച്ചെറിയുക, ഉപേക്ഷിക്കുക, പുറത്തേക്ക് എറിയുക. ഇതൊക്കെ ടോസ് ഔട്ട് എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ് ആണ്. പിന്നെ പോർ ഓവർ. പോർ ഓവർ എന്ന് പറഞ്ഞാൽ വിശദമായി പരിശോധിക്കുക, ശ്രദ്ധാപൂർവം വായിക്കുക, ആഴത്തിൽ പരിശോധിക്കുക, സൂക്ഷ്മമായി പഠിക്കുക. ഇതൊക്കെ പോർ ഓവർ എന്ന ഫ്രേസൽ വേർബിന് വരുന്ന മീനിങ് ആണ്. ഈ മീനിങ് ഒക്കെ നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാസേജ് ഫിൽ ചെയ്യാം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഡേ ഇൻഡീഡ്. ഇത് ശരിക്കും ഒരു മനോഹരമായ ദിവസമാണ്. ആസ് ഓൾവേസ് I dash reaching the railway station as early as possible. പതിവ് പോലെ ഞാൻ കഴിയുന്നത്ര നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഫ്രേസൽ വെർബാണ് മാച്ച് ആവുക? ലുക്ക് ഫോർവേഡ് ടു അല്ലെ, ആകാംക്ഷയോടെ കാത്തിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. I knew that the bundles of newspaper would be ഡാഷ് ഓഫ് ദ മൂവിംഗ് ട്രെയിൻ. അത് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടോസ് ഔട്ട് ഓഫ് ദ മൂവിംഗ് ട്രെയിൻ ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച് ദം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വരിക? പത്രക്കെട്ടുകള് ആ ഒരു സഞ്ചരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞിടുമെന്ന് എനിക്ക് അറിയാം. ഐ നോ ഇറ്റ് ഈസ് ഈസി ഫോർ എ ചൈൽഡ് ഓഫ് 8 ലൈക്ക് മീ. എനിക്കറിയാം എന്നെപ്പോലെ 8 വയസ്സ് പ്രായമായ ഒരു കുട്ടിക്ക് അതത്ര എളുപ്പമല്ലാന്ന്. ബട്ട് ഐ വിൽ ഡു ഇറ്റ്. പക്ഷെ ഞാനത് ചെയ്യും. ഐ കാൺ കംപ്ലെയിൻ. എനിക്ക് യാതൊരു പരാതിയുമില്ല. ഐ വിൽ ഹാവ് ടു ഡാഷ് സംഹൗ. എങ്ങനെയായാലും ഞാൻ എന്ത് ചെയ്യണം? ഇത് പിടിച്ചു നിൽക്കണം. ഈ ജോലിയിൽ ഞാൻ പിടിച്ചു നിൽക്കണം. അപ്പൊ ആ ഒരു പിടിച്ചു നിൽക്കണം എന്നുള്ള അർത്ഥം എന്താ നമുക്ക് കിട്ടുക? ഹാങ്ങിൻ അല്ലെ. ഓക്കെ. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് മൈ പാരന്റ്സ്. എന്റെ മാതാപിതാക്കളെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. I can't contribute much, but the little that I do matters. എനിക്ക് അങ്ങനെ അധികമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാമിലിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സംഭാവന ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ ചെറിയ സഹായം പോലും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. I think I will have to dash and play my part. എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഈ പാർട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം, തുടരണം അല്ലെ. അപ്പൊ ആ ഒരു ഫ്രേസൽ വേർബ് എന്താ നമ്മൾ പഠിച്ചത്? ക്യാരി ഓൺ. Moreover, after distributing all the newspaper, just to dash, ഇനി അവിടെ ഏതേ ബാക്കിയുള്ളൂ? pour over ആണ് അല്ലെ. pour over the news is great fun and a means of acquiring knowledge. Oh God, let me always have the strength to help my parents. അതിനു പുറമെ എല്ലാ പത്രങ്ങളും വിതരണം ചെയ്ത ശേഷം വാർത്തകൾ വായിച്ചറിയുന്നത് വളരെ രസകരവും അറിവ് സമ്പാദിക്കാനുള്ള ഒരു മാർഗവുമാണ്. ദൈവമേ, എന്റെ മാതാപിതാക്കളെ സഹായിക്കാൻ എനിക്ക് എപ്പോഴും ശക്തി നൽകണമേ. ഇതാണ് ആ ഒരു ലാസ്റ്റ് സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി ലെറ്റ്സ് അനലൈസ്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? റീഡ് ദ ഫോളോയിങ് പാസേജ്. ഇൻ ദ കോഴ്സ് ഓഫ് ദർ ജേർണി ഗ്രാനി ആൻഡ് മണി വിറ്റ്നസ്ഡ് എ ലാൻഡ്സ്ലൈഡ്. This caused them some discomfort and inconvenience. Natural disasters may sometimes be the result of human activities. Don't you agree? If we care for nature, nature will surely protect us. അപ്പൊ ഇവിടെ മണിയുടെ ആ ഒരു പാഠഭാഗത്തുള്ളതാ അല്ലെ, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്ത് അവരെന്ത് കാണുന്നുണ്ട്? അവര് യാത്രയിൽ ഒരു മണ്ണിടിച്ചിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് പറയാണ് അത് അവരുടെ യാത്രക്ക് തടസ്സം വരുത്തുകയും അവർക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ അത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മളോട് ചോദിക്കുകയാണ്, ഇഫ് വി കെയർ ഫോർ നേച്ചർ, നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് അസ്. നമ്മൾ നേച്ചറിനെ കെയർ ചെയ്യുകയാണെങ്കിൽ നേച്ചർ ഉറപ്പായിട്ടും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ഗ്രാനീസ് ഐസൈറ്റ് വാസ് ഗ്രോയിങ് സ്റ്റഡിലി വീക്കർ. ഗ്രാനിയുടെ ആ ഒരു കാഴ്ചശക്തി കുറഞ്ഞു വരികയാണ്. ഷി കുഡിന്റ് സീ എനിത്തിങ് പ്രോപ്പർലി. ഗ്രാനിക്ക് ഒന്നും തന്നെ കൃത്യമായി കാണാൻ കഴിയുന്നില്ല. മണി തോട്ട് ദാറ്റ് ഇഫ് ഷീ ഗോട്ട് ന്യൂ ഗ്ലാസസ് ഷീ കുഡ് സീ പ്രോപ്പർലി. അപ്പൊ മണി എന്ത് വിചാരിക്കുകയാണ്? ഗ്രാനിക്ക് പുതിയ ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ ഗ്രാനിക്ക് നന്നായി
കാണുമായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഹൈലൈറ്റഡ് സെന്റൻസ് ഓഫ് ദ പാസേജ് അബവ് ഇൻ ദ സ്പേസ് ഗിവൺ. അപ്പോ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ആ പാസേജ് വായിച്ചല്ലോ, അതിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത പാർട്ട് നമ്മൾ ഇവിടെ എഴുതണം. ഏതാ ഹൈലൈറ്റ് ചെയ്ത പാർട്ട്? ഇഫ് വി കെയർ ഫോർ നേച്ചർ, നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് us. സെക്കൻഡ് വൺ വരുന്നത് if she got herself new glasses, she could see properly. One part of the given sentence expresses a condition and the other its consequences. അപ്പൊ ഈ ഒരു സെന്റൻസ് രണ്ട് ഭാഗമായിട്ടാണ് അല്ലെ, ഒരു കോമയൊക്കെ ഇട്ട് രണ്ട് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കണ്ടീഷൻ, ഒരവസ്ഥയും, അതിന്റെ രണ്ടാമത്തെ പാർട്ട് വരുന്നത് അതിൽ വരുന്ന പരിണിത ഫലവുമാണ് വരുന്നത്. Now note the condition and the consequences and write them in the table below. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ആ ഒരു കണ്ടീഷനും അതിന്റെ കോൺസിക്വൻസും വേർതിരിച്ച് തന്നെ ഈ ഒരു ബോക്സിൽ എഴുതുകയാണ് വേണ്ടത്. If we care for nature, അതാണ് കണ്ടീഷൻ. നമ്മൾ നേച്ചറെ കെയർ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ കെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് us. അല്ലെ, നേച്ചർ നമ്മളെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? If she got herself new glasses, ഗ്രാൻഡ്മക്ക് പുതിയ കണ്ണട കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ she could see properly, അവർക്ക് നന്നായി കണ്ണ് കാണുമായിരുന്നു. ഇങ്ങനെയുള്ള രണ്ടവസ്ഥകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിസ്കസ് ദ ഡിഫറൻസസ് ഇൻ മീനിങ് ബിറ്റ്വീൻ ദ ടു സെന്റൻസ്. ഈ രണ്ട് സെന്റൻസിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറയണം. ദ ഫസ്റ്റ് കണ്ടീഷൻ റെഫേഴ്സ് ടു പോസിബിൾ ഓർ പ്രോബബിൾ സിറ്റുവേഷൻ. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന് സാധ്യതയുണ്ട് അല്ലെ, നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെയായാലും നമ്മളെ എന്ത് ചെയ്യും? നേച്ചറും നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും, അതിന് സാധ്യതയുണ്ട്. എന്നാൽ സെക്കൻഡ് കണ്ടീഷനോ, ദ സെക്കൻഡ് കണ്ടീഷൻ റെഫേഴ്സ് ടു ആൻ ഇംപ്രോബബിൾ ഓർ അൺറിയൽ സിറ്റുവേഷൻ. അതായത് നടക്കാൻ സാധ്യതയില്ല. ഇഫ് ഷീ ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്, പുതിയ ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശിക്ക് നന്നായിട്ട് കാണുമായിരുന്നു. അതിൽ തന്നെ നമുക്ക് നല്ല വ്യക്തമാണ് എന്താണ്? പുതിയ ഗ്ലാസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മുത്തശ്ശിക്ക് നന്നായിട്ട് കാണുന്നില്ല അല്ലെ, അത് അതിൽ വ്യക്തമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഈ ഒരു ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ താഴെയുള്ള ഈ ഒരു ബോക്സും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. Now write down the sentence in the situations in which you would use them. Possible or probable situation. Possible ആയത് ഏതാണ് വരുന്നത്? If we care for nature, nature will surely protect us. ഇനി improbable ആയ unreal or imaginary situation ആയിട്ട് വരുന്നത് if she got herself new glasses, she could see properly. ഇനി ഇവിടെ നമ്മൾ ഞാൻ ഇതൊന്നും വായിച്ചു പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് പറയാണ്, രണ്ട് ക്ലോസുകൾ അല്ലെ, ടൈപ്പ് 1 ക്ലോസും ടൈപ്പ് 2 ക്ലോസും. അതായത് ഈഫ് ക്ലോസ് എന്നൊരു പേരും ഈ ഒരു ക്ലോസിനുണ്ട്. അവിടെ നമ്മളൊരു കണ്ടീഷൻ വെക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അതിന്റെ ഫലം കിട്ടും. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫലം കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള രണ്ട് ക്ലോസുകൾ, രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ ഒരു ഡി ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Identify the verb in the sentence given above and write them in the table given below. ഇവിടെ ഈ ഒരു ടാബിളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് സെന്റൻസിലുള്ള വേർബ് എഴുതുകയാണ് വേണ്ടത്. ആ പാർട്ടാക്കി തിരിച്ചിട്ട് രണ്ടിലും വരുന്ന കാര്യം തന്നെ എഴുതണം. നമ്മൾ ഈഫ് ക്ലോസ് അതായത് കണ്ടീഷനിൽ വരുന്ന ഭാഗവും മെയിൻ ക്ലോസ് റിസൾട്ടിൽ വരുന്ന ഭാഗവും എഴുതണം. അപ്പോൾ ടൈപ്പ് 1 സെന്റൻസിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന വേർബ് എന്ന് പറയുന്നത് കെയർ ആണ്. കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ അവിടെ മെയിൻ ക്ലോസിൽ വന്നിരിക്കുന്നത് ഒരു ഓക്സിലറി വേർബിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. വിൽ പ്രൊട്ടക്റ്റ്, വിൽ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വേർബാണ്. ആ ഓക്സിലറി വേർബിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ടൈപ്പ് 2 സെൻറ്റൻസിലുള്ള വേർബ് എന്ന് പറയുന്നത് ഗോട്ടാണ്. ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെറ്റിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ V2 ഫോമാണ് ടൈപ്പ് 2ൽ വേർബ് വരുന്നത്. ആ സമയത്ത് റിസൾട്ടിൻ്റെ ഭാഗം അതായത് മെയിൻ ക്ലോസിൽ ഓക്സിലറി വേർബിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മാത്രമായിട്ട് ഈഫ് ക്ലോസിൻ്റെ മാത്രം ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ടൈപ്പ് 1 and 2 കണ്ടീഷണൽസ് ഹാവ് ദ ഫോളോയിങ് പാറ്റേൺ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് 1 ഈഫ് ക്ലോസ് ടൈപ്പ് 1 കണ്ടീഷണൽ ക്ലോസ് 1ഉം കണ്ടീഷണൽ ക്ലോസ് 2ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് 1ല് പ്രസന്റ് ഫോമിലാണ് വേർബ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ ക്യാനോ വില്ലോ മേയോ
അതിൻ്റെ കൂടെ പ്രസന്റ് ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് ഉണ്ടാവുക. ടൈപ്പ് 2 പാസ്റ്റ് ഫോം ആണ് വരിക. അങ്ങനെയാണെങ്കിൽ അവിടെ റിസൾട്ടിന്റെ ഭാഗത്ത് മെയിൻ ക്ലോസിൽ വുഡോ കുഡോ മൈറ്റോ ആണ് വരിക. അത് നമ്മൾ നമ്മുടെ ആ സെന്റൻസിനനുസരിച്ചായിരിക്കും നമ്മൾ അതിൽ ഏത് ഓക്സിലറി ആണ് ചേർക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും കഴിയും എന്നുള്ള കാര്യം പറയാനാണെങ്കിൽ അവിടെ ക്യാൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. നമ്മൾ ചെയ്യുന്നുള്ളത് പറയുന്നുള്ളതാണെങ്കിൽ ഒന്നുള്ള ഒരു അർത്ഥം, അതായത് നാളേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വില്ലായിരിക്കും നമുക്ക് വരിക. അപ്പോൾ അത് നമ്മുടെ ആ ഒരു സെന്റൻസിനനുസരിച്ചിട്ടായിരിക്കും ഓക്സിലറി നമ്മൾ എഴുതുക. അപ്പോൾ ടൈപ്പ് 2 പാസ്റ്റ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. പക്ഷെ വേർബിന്റെ V1 തന്നെ. അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിവിടെ താഴെ തന്നിരിക്കുന്ന ഒരേ സെന്റൻസിനെ തന്നെ 2 രീതിയിലും എഴുതിയിട്ട് ഞാനിവിടെ മോഡൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് അത് വ്യക്തമാവും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അത് ക്ലിയർ ആക്കും. നൗ ലെറ്റ്സ് റൈറ്റ് ഡൗൺ മോർ സെന്റൻസ് ഇൻ ദ ഗിവൺ പാറ്റേൺ. ഈ പാറ്റേണിൽ, അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 പാറ്റേണിൽ കുറേ സെൻറ്റൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ മോഡൽ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, വേറൊരു മോഡൽ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഫസ്റ്റ് ടൈപ്പിൽ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇഫ് വി പുട്ട് ആൻ എൻഡ് ടു ഡീഫോറസ്റ്റേഷൻ, നമ്മൾ ഡീഫോറസ്റ്റേഷൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ വി ക്യാൻ പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ നമുക്ക് തടയാൻ കഴിയും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് V1 ഫോമിലാണ് നമ്മുടെ ഈഫ് ക്ലോസ് വന്നിരിക്കുന്നത്. ഈഫ് പുട്ട് ആൻ എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക അല്ലേ. നമ്മൾ ഡീഫോറസ്റ്റേഷൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചൽ തടയാൻ കഴിയും. അപ്പോൾ അവിടെ ക്യാൻ എന്നുള്ള മോഡൽ ഓക്സിലറീൻ്റെ കൂടെ പ്രിവെൻറ്റ് എന്നുള്ള V1 ഫോമാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളൊരു സെൻറ്റൻസ് എഴുതണം. ഞാനിവിടെ നിങ്ങൾക്കൊരു ഈസി ആയ സെൻറ്റൻസ് തരാം. അതേ മോഡലിൽ തന്നെ അതിനെ പാറ്റേൺ 2 എങ്ങനെയാണ് മാറ്റി എഴുതുന്നത് എന്നും കൂടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇത് ക്ലിയർ ആവും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ സ്റ്റഡി എന്നുള്ളത് V1 ഫോമിലാണുള്ളത്. ഈഫ് ക്ലോസിലുള്ള വേർബ് സ്റ്റഡി V1-ലാണുള്ളത്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോസിലേക്ക് യു വിൽ ഗെറ്റ് അല്ലേ, വിൽ ഗെറ്റ്, നമ്മൾ വിൽ എന്ന ഓക്സിലറീൻ്റെ കൂടെ V1 ഫോമായ ഗെറ്റാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെൻറ്റൻസ് എങ്ങനെയും നമുക്ക് മാറി വരും. പക്ഷേ നമ്മൾ പാറ്റേൺ 1 ടൈപ്പ് 1 നമ്മൾ എഴുതുന്നതെങ്കിൽ ഈഫിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോമും അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈ പറഞ്ഞ മോഡൽ ഓക്സിലറിയായ വില്ലോ ക്യാനോ മേയോ അതിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ വരണം. അതിന് പാറ്റേൺ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് യു പ്ലാന്റഡ് മോർ ട്രീസ്, നമ്മൾ കുറേ മരങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ദ വേൾഡ് വുഡ് ബി എ ബെറ്റർ പ്ലേസ്, ഈ ലോകം നല്ല ഒരു സ്ഥലമാകുമായിരുന്നു. അപ്പം നമ്മൾ കുറേ പ്ലാന്റ് എന്ത് ചെയ്തിട്ടില്ല, നട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് അല്ലേ. പ്ലാന്റഡ് എന്ന് പറഞ്ഞാൽ V2 ഫോമാണ്. അപ്പോൾ ഇവിടെ പ്ലാന്റഡ് V2 ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് മെയിൻ ക്ലോസിലും നമ്മൾ എന്തായിരിക്കണം, മോഡൽ ഓക്സിലറി വുഡോ കുഡോ മൈറ്റോ. ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പാറ്റേൺ 1 ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് എന്നുള്ള സെൻറ്റൻസ് തന്നല്ലോ. അതിനെ തന്നെ നമ്മൾ പാറ്റേൺ 2 മാറ്റി എഴുതുമ്പോൾ വരുന്ന വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇവിടെ നമ്മൾ സ്റ്റഡീൻ്റെ V2 ഫോമായ സ്റ്റഡീഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ 1 വിൽ ഗെറ്റ് വന്നത് നമ്മുടെ പാറ്റേൺ 2 വുഡ് ഗെറ്റ് വന്നു. ഓക്കെ, അപ്പോൾ വുഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. ഈ രീതിയിലാവുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ ഇത് ബെറ്ററായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളെ ടൈപ്പ് 1 കണ്ടീഷനിൽ ഈഫിൻ്റെ കൂടെ V1 ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് മെയിൻ ക്ലോസിൽ വില്ല് പ്ലസ് V1 നമ്മൾ ചേർക്കുക. ഇനി പാറ്റേൺ 2 ടൈപ്പ് 2 V2 ആണ്, ഈഫിൻ്റെ കൂടെ V2 വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്ലോസിൽ ഓക്സിലറി വുഡ് പ്ലസ് V1 യൂസ് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈഫ് ക്ലോസ് കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗെയിം ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഗെയിമാണ് തന്നിരിക്കുന്നത്. ഞാനത് വായിച്ച സമയം കളയുന്നില്ല, ആക്ടിവിറ്റീസ് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കൂ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഹി കോൾഡ്, "Can you see all right, Granny?" "What's 10 miles?" said Granny. Now write the highlighted part of the sentence in the space given below. ഇതിലെ ഹൈലൈറ്റ് പാർട്ട് ഏതാണ്? Can you see all right, Granny. രണ്ടാമത്തേൽ വരുന്നത് What's
10 miles. What difference do you notice in the above sentence? The first sentence begins with can. The second sentence begins with what. ഇത് രണ്ടും ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് അല്ലേ? ഈ തന്നിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഫസ്റ്റ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ക്യാനിലും രണ്ടാമത്തെ സെൻറ്റൻസിൽ വാട്ടും ആണുള്ളത്. അപ്പോൾ ഇവിടെ മക്കളെ നമ്മൾ പഠിക്കുന്നത് WH ക്വസ്റ്റ്യനും അതേപോലെ ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനുമാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിലുള്ള മൊത്തം വായിച്ചു പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് WHൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നും ഓക്സിലറിയിൽ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇവിടെ ഇനി നോക്കൂ, ഈ ഒരു ബി ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഷംസുദ്ദീൻ ആൻഡ് കലാം ആൻഡ് ലിസ്റ്റ് ദ സെൻറ്റൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് ദോസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വേർബ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യനും ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനും വേർതിരിച്ചെഴുതുകയാണ് വേണ്ടത്. മക്കളത് വായിച്ച് നോക്കുക ആ കോൺവെർസേഷൻ. അപ്പം ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ WHൽ വരുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് WHൽ വരുന്നത്. അതിന് ഓക്സിലറിയിൽ വരുന്നത് ഏതൊക്കെയാണ്? വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം, ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്സിലറി ഏതൊക്കെയാണെന്നും ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നും മക്കൾക്ക് അറിയണം അല്ലേ? അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് WH ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളതും ഓക്സിലറി ഏതൊക്കെയാണെന്നുള്ളതും ഞാനിവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മക്കൾ അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, WH ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആ ഒരു മീനിങ് ജസ്റ്റ് എന്താണ് വരിക എന്നുള്ളതും ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു WH ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതും ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. കാരണം ഹൂ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമുക്ക് ചോദ്യം വരുമ്പോൾ അല്ലെ, പേഴ്സണെ കുറിച്ചുള്ള ഒരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഹൂ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് വാട്ട് വരിക. ടൈമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് വെന്ന് വരിക. പ്ലേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് വേർ വരിക. എന്തെങ്കിലും ഒരു അവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വൈ വരിക. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഞാനവിടെ മൊത്തം കൊടുത്തിട്ടുണ്ട്. അതിന്റെ മലയാളവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ അടുത്ത ബോക്സിൽ അതിന്റെ മലയാളവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കൊടുത്തതാണ്. അതേപോലെ ഇനിയിപ്പോ അടുത്തത് ഓക്സിലറീസും ഞാനിവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓക്സിലറീസ് വരുന്നത്? ഈസി, ആം, ആറ്, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. പിന്നെ വരുന്നത് മൊഡാൽ ഓക്സിലറീസ്: ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, യൂസ് ടു, ഡാർ ടു, നീഡ് ടു. ഇതൊക്കെയാണ് നമുക്ക് ഓക്സിലറി ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോ ഓക്സിലറി ഏതൊക്കെയാണ്, WH ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് മക്കൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ WH. WHൽ തുടങ്ങുന്നതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. അതേപോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ, നമ്മൾ ചില ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എസ് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ടായിരിക്കും നമ്മളതിന് ആൻസർ പറയുക. ജസ്റ്റ് എസ് അല്ലെങ്കിൽ നോ പറഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരം ക്ലിയർ ആവും. ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യനെയാണ് നമ്മൾ എന്ത് പറയാ, തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യാം. Now pick the question and their corresponding response from the above conversation and write them in the following table. ആ തന്നിരിക്കുന്നതിലെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും റെസ്പോൺസും നമ്മൾ എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം. അപ്പൊ അതിന് മറുപടി എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ് ഓഫ് കോഴ്സ്. കണ്ടില്ലേ, വുഡ് ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മറുപടി വരുമ്പോ തന്നെ അതിൽ യെസ് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. അപ്പം ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ എസ് നോ അല്ല, വ്യക്തമായ ഒരു കാര്യം തന്നെ ആ ഒരു ആൻസർ കംപ്ലീറ്റ് ആയിട്ട് പറയാണ്. യു വിൽ ഹാവ് ടു കളക്ട് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു റീഡേഴ്സ്. ഇനി അടുത്ത ഓക്സിലറിയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യനാ, ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അവിടെ ഷുഡ് ഓക്സിലറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ ആൻസർ പറയുന്നത്? യെസ് ഓഫ് കോഴ്സ്. യെസും കൂടെ ശരിക്കും ചേർക്കണം. യെസ് ഓഫ് കോഴ്സ് ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പൊ അടുത്തതൊരു WHൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അതിന് കൃത്യമായ ഒരു മറുപടി തന്നെയാണ് പറയുന്നത്, ബൈ 5 in the morning. അപ്പൊ ഇതാണ് WH ക്വസ്റ്റ്യനും എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോ ഓക്സിലറി ഏതൊക്കെയാണ്, WH ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് മക്കൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ആ യെല്ലോ ബോക്സിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓക്സിലറിയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അത് പക്ഷെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന ആ ഒരു ഡി ക്വസ്റ്റ്യൻ, ഫ്രെയിം WH ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദ ഫ്രേസസ് അണ്ടർലൈൻഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ് ആസ് ആൻസേഴ്സ്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ അണ്ടർലൈൻ ചെയ്ത ഭാഗം ആൻസർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഫോം ചെയ്യണം. ഫസ്റ്റ് വൺ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. കലാം വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്, ഒരു സ്ഥലമാണ് അവിടെ പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ ക്വസ്റ്റ്യൻ വേർഡായ വേർ ആണ് വരിക. വേർ ഡിഡ് കലാം ഗോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂസ് പേപ്പർ ബണ്ടിൽസ് വെർ ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അപ്പൊ അവിടെ ആൻസർ വരേണ്ടത് ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. ന്യൂസ് പേപ്പർ ബണ്ടിൽസിന് ആൻസർ വരണമെങ്കിൽ എന്താണ് പ്ലാറ്റ്ഫോമിലേക്ക് എറിയപ്പെട്ടത് എന്നുള്ളതല്ലേ നമുക്ക് ചോദ്യം വരിക. അപ്പൊ എന്താണെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ വേർഡ് ഏതാ, വാട്ട് അല്ലെ. അപ്പൊ വാട്ട് വാസ്, ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എഴുതിയാൽ മതി. വാട്ട് വാസ് ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ഇനി അടുത്തത്, ഗ്രാനി ആൻഡ് മണി വെർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പൊ അവിടെ നമുക്ക് ആൻസർ വരേണ്ടത് ഗ്രാനി ആൻഡ് മണി എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചോദിക്കേണ്ടത്, ആരാണ് പരസ്പരം നല്ല ക്ലോസ് ആയിരിക്കുന്നത് എന്നല്ലേ ചോദിക്കേണ്ടത്. പേഴ്സണെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഹൂ ആണ് വരിക അല്ലെ. അപ്പൊ ഹൂ വെർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മണി ആൻഡ് ഗ്രാനി റീച്ച് ദ ഹോസ്പിറ്റൽ ഇൻ ദ മോർണിംഗ്. അപ്പൊ മണിയും ഗ്രാനിയും ഹോസ്പിറ്റലിൽ രാവിലെയാണ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരേണ്ടത് അല്ലെ. അപ്പൊ രാവിലെയാണ് എത്തിയത്. അപ്പൊ അവരെപ്പോഴാണ് എത്തിയത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, രാവിലെയാണ് എന്ന്. അപ്പൊ ടൈമാണ് അവിടെ നമ്മൾ പറയുന്നത്. ടൈം എന്ന് ഉദ്ദേശിക്കുമ്പോൾ മക്കളെ നമ്മൾ ഈ ക്ലോക്ക് ടൈം മാത്രമല്ല, ഇപ്പൊ രാവിലെ, ഉച്ചക്ക്, രാത്രി ഇതൊക്കെ നമ്മൾ പറയുന്നതും ടൈമാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ടൈമിന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെൻ ആണ് വരിക. അപ്പൊ വെൻ ഡിഡ് മണി ആൻഡ് ഗ്രാനി റീച്ച് ദ ഹോസ്പിറ്റൽ. ഇവിടെ ശ്രദ്ധിക്കുക, ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേർബിന്റെ കൂടെ ഫസ്റ്റ് ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ED ഫോമും പാസ്റ്റിലേക്ക് മാറ്റരുത്. ഓക്കെ. ഡിഡ് ക്വസ്റ്റനിൽ വന്നു കഴിഞ്ഞാൽ, ഡിഡ് ക്വസ്റ്റനിലല്ല എവിടെയായാലും ഡിഡ് വന്നു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് വരുന്ന വേർബ് പിന്നെ നമ്മൾ ED ഫോമിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, പാസ്റ്റിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാനി കുഡിൻ സീ ക്ലിയർലി ബിക്കോസ് ഹെർ ഐസ് വെർ വെരി വീക്ക്. അപ്പൊ ഇവിടെ ആൻസർ നമുക്ക് വരേണ്ടത് ബിക്കോസ് ഹെർ ഐസ് വെർ വെരി വീക്ക്, അവരുടെ കണ്ണ് നല്ല വീക്ക് ആയതുകൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ അല്ലെ, ഒരു അവസ്ഥയെ കുറിച്ചായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഗ്രാനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാ നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ടെന്ന് ചോദിക്കണമെങ്കിൽ വൈ ആണ് വരിക. വൈ കുഡന്റ് ഗ്രാനി സീ ക്ലിയർലി. ആ രീതിയിലാണ് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. കൃത്യമായിട്ട് ഇത് പഠിക്കണം. നമുക്കൊരു പാസേജ് ഒക്കെ തന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ആ ഒരു ആക്ടിവിറ്റി ഒക്കെ നമുക്ക് എക്സാമിന് ഉണ്ടാവും. And now frame yes or no question for the following sentence. One has been done for you. And അടുത്തത് നമ്മൾ ഓക്സിലറിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിനെ ഓക്സിലറി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഏതൊക്കെയാണ് ഓക്സിലറി എന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. And it was a rainy day. ആ തന്നിരിക്കുന്നതിൽ ഓക്സിലറി ഏതാ, വാസ് ആണ് അല്ലെ. അപ്പൊ ഓക്സിലറി നമ്മൾ ഫസ്റ്റ് എഴുതുക, എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയി. അപ്പൊ വാസ് ഇറ്റ് എ റെയിനി ഡേ. ഇനി അടുത്തത്, ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. ദർ ഈസ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി. അപ്പോ ഇതിലുള്ള ഓക്സിലറി ഏതാ മക്കളെ, ഈസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ഈസിനെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഈസ് ദർ എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി. ഇനി അടുത്തത്, ദേ വെർ ഓൺ ദ ബസ് അഗെയിൻ. ഇതിലുള്ള ഓക്സിലറി ഏതാ, വേറാണ് അല്ലെ. അപ്പൊ നമ്മൾ വേർ ഫസ്റ്റ് എഴുതുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. വേർ ദേ ഓൺ ദ ബസ് അഗെയിൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, കലാം വാണ്ടഡ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഓക്സിലറി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്സിലറി കാണാത്ത സിറ്റുവേഷനിൽ നമ്മൾ ആ സെന്റൻസിലെ വേർബിനെ നോക്കുക. ഇതിലുള്ള വേർബ് ഏതാണ്, വാണ്ടഡ് ആണ് അല്ലെ. വാണ്ടഡ് എന്ന് പറയുമ്പം ആ വേർബ് ഉള്ളത് V2 ഫോമിലാ, പാസ്റ്റ് ഫോമിലാണ് ഉള്ളത്. അതിന്റെ ബേസ് ഫോം ഏതാ, വാണ്ടഡിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത്
വാണ്ട് ആണ് അല്ലെ. അതേപോലെ ഈ ഒരു വേർബിനെ നമുക്ക് എസ് ഫോമിലും കാണാൻ പറ്റും. വാണ്ട്, വാണ്ട്സ്, വാണ്ടഡ്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, വേർബ് ബേസ് ഫോമിലാണെങ്കിൽ, അതായത് വാണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ബേസ് ഫോമിലാണെങ്കിൽ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡു വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. ഇനി വാണ്ട്സ് വേർബ് ഉള്ളത് എസ് ഫോമിലാണെങ്കിൽ അവിടെ നമ്മൾ ഡസ് വെച്ചിട്ട് തുടങ്ങുക. ഇവിടെ പക്ഷേ ഇ ഡി ഫോമിൽ, പാസ്റ്റ് ഫോമിലാണ് ഉള്ളത്, വാണ്ടഡ് എന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഡ് വെച്ചിട്ട് തുടങ്ങുക. ഡിഡ് കലാം വാണ്ട് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, വേർബിന്റെ കൂടെ ഇ ഡി ഫോമോ അല്ലെങ്കിൽ വേർബിനെ പാസ്റ്റോ നമ്മൾ ആക്കരുത്. ഓക്കെ. ഇനി എവരി ചൈൽഡ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ സം വേ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുക? ക്യാൻ എവരി ചൈൽഡ് കോൺട്രിബ്യൂട്ട് ഇൻ സം വേ. ആ രീതിയിലാണ് ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുക. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 നോക്കാം. ഇനി ഇതിൽ നമ്മൾ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്. ഈ സെന്റൻസ് ഒന്ന് വായിച്ചേ. കലാം വാസ് എ റെസ്പോൺസിബിൾ ചൈൽഡ്, വാസിന്റ് ഹി? അപ്പോ ഇത് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. കലാം വാസ് എ റെസ്പോൺസിബിൾ ചൈൽഡ്. അപ്പൊ ഇതിലുള്ള ഓക്സിലറി ഏതാണ്? ഹെൽപ്പിംഗ് വേർബ് ഏതാ? വാസ് ആണ് അല്ലെ. അപ്പൊ ആ വാസിനെ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതി അതിന്റെ കൂടെ വാസിൻഡ് എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. വാസ് നോട്ട് അതിന്റെ ഷോർട്ടാണ് വാസിൻഡ്. എന്നിട്ട് പിന്നെ ഹി ആണ് അവിടെ വരുന്നത്. എവിടുന്നാ നമുക്ക് ഈ ഹി കിട്ടുന്നത്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് ആരാണ്? കലാമാണ് അല്ലെ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെന്റൻസിൽ ഒരു പ്രവൃത്തി ആരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അതാണ് സബ്ജക്റ്റ് എന്ന് പറയാം. മിക്ക സബ്ജക്റ്റും ഒരു സെന്റൻസിൽ നമുക്ക് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഇവിടെ കലാം എന്ന് പറയുന്നത് ഒരു മെയിലാണ് അല്ലെ. അപ്പൊ കലാമിന് പകരമുള്ള പ്രോനൗൺ എന്താ വരിക? ഹി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഒരു സെന്റൻസിൽ നിന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ഒരു ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കാൻ വേണ്ടി? തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓക്സിലറിയെ ആ കോമയ്ക്ക് ശേഷം എടുത്ത് എഴുതുക. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഓക്സിലറിക്ക് നമ്മൾ എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. അതായത് വാസിന്റെ കൂടെ നോട്ട് ചേർത്ത് അതിനെ വാസിന്റെ ആക്കി അതിനുശേഷം തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന്റെ പ്രോനൗൺ എഴുതുക. അതുകൊണ്ടാണ് അവിടെ വാസിന്റെ ഹി. രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. മണി കുഡിന്റ് വോക്ക് ആസ് ഫാസ്റ്റ് ആസ് ഹിസ് ഗ്രാനി. കുഡ് ഹി അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിന് ശേഷം കുഡ് നമുക്ക് എവിടുന്നാണ് കിട്ടിയത്? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലുള്ള ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഏതാണ് വരുന്നത്? കുഡിന്റ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണ് അവിടെ? സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവുക? അതായത് ഇല്ല, അല്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ നോ, നോട്ട്, നെവർ, നത്തിങ്, നോബഡി ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ കണ്ടാൽ അതൊക്കെ നെഗറ്റീവ് സെന്റൻസാ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഓക്സിലറിനെ നെഗറ്റീവ് ആക്കരുത്. കാരണം ഓൾറെഡി സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ആ നോട്ട് ഒഴിവാക്കി ആ ഒരു ഓക്സിലറി മാത്രം ഇങ്ങോട്ടേക്ക് എടുക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ കുഡ് എടുത്തിരിക്കുന്നത് അല്ലെ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സബ്ജക്റ്റിന്റെ പ്രോനൗൺ യൂസ് ചെയ്യുക, കുഡ് ഹി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്നത്. ഇതിലുള്ള കൂടുതൽ പിന്നെയും ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇതിൽ നമുക്ക് ചിലപ്പോൾ ഓക്സിലറി നമുക്ക് ചില സെന്റൻസിൽ കാണാൻ വേണ്ടി കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടെ ഒരു സെന്റൻസ് തരാം. അതിൽ നമുക്ക് ഓക്സിലറി കണ്ടെത്താൻ പറ്റില്ല. രാജു പ്ലേസ് വെൽ. ഇതിൽ നമുക്ക് ഓക്സിലറി കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ ഓക്സിലറി ഹെൽപ്പിംഗ് വേർബ് ഇല്ലാത്ത സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, വേർബിനെ നോക്കുക. ഇതിലെ വേർബ് ഏതാ? പ്ലേസ് ആണ് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ, നമുക്ക് ഓക്സിലറി ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ഹെൽപ്പിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡു ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. എല്ലാറ്റിനും നമുക്കിത് വെക്കാനും പറ്റില്ല, അതിന് റൂൾ ഉണ്ട്. ഇവിടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ വേർബിന്റെ ബേസ് ഫോമായ പ്ലേന്റെ കൂടെ എസ് ഫോം വന്നിട്ടുണ്ട് അല്ലെ. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്തെടുക്കാം? ഹെൽപ്പിംഗ് വേർബായിട്ട് ഡസ് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കുക? ഡസിന്റെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ് അല്ലെ.
അപ്പൊ അതിനെ നെഗറ്റീവ് ആക്കാൻ ഡസിൻഡ്. ഇനി രാജുവിന് പകരം അവിടെ എന്ത് ചെയ്യുക, ഹി എഴുതുക, ഡസിൻഡ് ഹി. ഇനി ഇതേ സെന്റൻസ് തന്നെ നമുക്ക് രാജു പ്ലേഡ് വെൽ എന്ന് നമ്മൾ എഴുതിയാലോ? അവിടെ പ്ലേ ED ഫോമിലാണുള്ളത്, പാസ്റ്റ് ഫോമിലാണുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? ഡിഡ് ആണ്. അപ്പൊ ഡിഡിന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഡിഡിൻഡ് ആക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ആ ഒരു സബ്ജക്റ്റ് അല്ലെ, ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാ? രാജു. അതിന്റെ പ്രോനൗൺ ഹി. അപ്പൊ ഡിഡിൻ ഹി. ഇനിയിപ്പോ നമുക്ക് അടുത്തത് റാം ആൻഡ് റഹീം പ്ലേ വെൽ. ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ആ ഒരു വേർബ് ബേസ് ഫോമിലാണ് ഉള്ളത്, പ്ലേ എന്നുള്ള ബേസ് ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഡു എടുക്കുക. ഡൂനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട്. ഇനി ഇവിടെ നമ്മൾ അതിലെ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ 2 പേരുണ്ട്, റാം ആൻഡ് റഹീം ഉണ്ട് അല്ലെ. അപ്പൊ അവരെ നമുക്ക് ഹി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒന്നിലധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ പ്രോനൗൺ എന്തായിരിക്കും? ദേ ആയിരിക്കും. അപ്പൊ ഡോണ്ട് ദേ. അപ്പൊ ഈ രീതിയിലാണ് മക്കളെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ നമ്മൾ നിർമ്മിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഇതിന്റെ എല്ലാ റൂളും ഉൾപ്പെടുന്ന ഒരു പോസ്റ്റർ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. മക്കൾ ആ പോസ്റ്റർ നന്നായിട്ട് നോക്കുക. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതെല്ലാം വായിച്ചു നോക്കുക. ചില സ്പെഷ്യൽ കേസുകൾ ഉണ്ട് അല്ലെ, നമുക്ക് അതാണ് നമ്മളിപ്പോ അതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്, സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ നോക്കുക, വില്ലിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ വിൽ നോട്ട് പറയും, പക്ഷെ അതിന്റെ ഷോർട്ട് ഫോം നമ്മൾ വരുമ്പം അത് വോണ്ട് ആണ് വരിക. ഓക്കെ. അതേപോലെ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ, ലെറ്റ്സ് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഷാൽ വി ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ആമിനെ നമ്മൾ നോട്ട് ആക്കണമെങ്കിൽ, ആം എന്ന ഹെൽപ്പിംഗ് വേർബിനെ നോട്ട് ആക്കണമെങ്കിൽ ആം നോട്ട് എന്ന് നമുക്ക് പറയാം. ആം ഇൻഡ് എന്ന് നമ്മൾ പറയോ? ഇല്ല, ഐ ആം നോട്ട് എന്ന് നമ്മൾ പറയും, പക്ഷെ ആം ഇൻഡ് എന്ന് നമ്മൾ പറയില്ല. അവിടെ നമ്മൾ എന്താണ് ചെയ്യുക? ആറിൻഡ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെയുള്ള എല്ലാ റൂളും, ഏതൊക്കെയാണ് നെഗറ്റീവ് സെന്റൻസ് എന്നും എല്ലാം ഇതിൽ വിശദമാക്കിയിട്ടുണ്ട്. അപ്പൊ മക്കൾ അത് നന്നായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ വേണമെന്ന് നമുക്കത് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഇതിലുള്ള ആക്ടിവിറ്റീസ് ഒന്ന് നോക്കിയാലോ. Now use suitable tag question to complete the following sentences. Sharing and caring are the values we need to develop. അപ്പൊ അവിടെ ഏതാണ് നമ്മുടെ ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് വരുന്നത്? ഏതാ? ഓക്സിലറി ആയിട്ട് വരുന്നത് ആറാണല്ലേ. അപ്പം ആറിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ആറിൻഡ്. ഒന്നിലധികം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആറിൻഡ് ദേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വി ഷുഡ് ഇവോൾവ് ഇൻ ടു റെസ്പോൺസിബിൾ സിറ്റിസൺസ്. അപ്പോൾ അവിടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബായിട്ട് വരുന്നത്, ഓക്സിലറി ആയിട്ട് വരുന്നത് ഷുഡാണ് അല്ലേ. ഷുഡിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഷുഡൻറ്റ്. ഓൾറെഡി സബ്ജക്റ്റ് പ്രോനൗണിൽ തന്നെയാണുള്ളത്, അതുകൊണ്ട് അവിടെ വി തന്നെ നമുക്ക് എഴുതാം, ഷുഡിൻ ബി. തേർഡ് വൺ, ഈവൻ എ ലിറ്റിൽ മാറ്റേഴ്സ്. ഇത് നമുക്ക് മറ്റ് രണ്ടും ചെയ്തതുപോലെ, ആദ്യത്തെ രണ്ടെണ്ണം ചെയ്തതുപോലെ ഈസി ആയിട്ട് നമുക്ക് പറ്റില്ല അല്ലെ. കാരണം ഇതിൽ എന്തില്ല, നമ്മൾ ഈ പറഞ്ഞ ഹെൽപ്പിംഗ് വേർബ് കാണാനില്ല. ഇതിലാണെങ്കിൽ നമുക്കൊരു വേർബിനെ നോക്കിയിട്ട് നമുക്കിത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അപ്പൊ ലിറ്റിൽ മാറ്റേഴ്സ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ അത് സിംഗുലർ ആണ് അല്ലെ. അപ്പൊ സിംഗുലർ ആകുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യാം? ഡസ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഡസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡസിൻഡ് ഇറ്റ്. ഇനി ഫോർത്ത് വൺ, വി കാൺ ലിവ് വിത്തൗട്ട് നേച്ചർ. അപ്പൊ അവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതുവരെ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് അതിന്റെയൊക്കെ കൂടെ ഇൻഡ് എന്നുള്ള നെഗറ്റീവ് ടാഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വി കാൺ ലിവ് വിത്തൗട്ട് നേച്ചറിൽ കാണ്ടാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്തെടുക്കുക? ആ ക്യാന് മാത്രം ഇങ്ങോട്ടേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ ടാഗിൽ എന്താക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ക്യാൻ വി നമ്മൾ ചേർക്കുക. ഇനി പീപ്പിൾ വിൽ ഹാവ് ടു പ്ലേ ദ റോൾ വെൽ ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. അവിടെ നമ്മുടെ ഹെൽപ്പിംഗ് വേർബ് വരുന്നത് വില്ലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? വില്ലിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, വിൽ നോട്ട് എന്ന് പറയും, പക്ഷെ അതിന്റെ നമ്മൾ ഷോർട്ട് ആക്കുമ്പോൾ വില്ലിൻ്റെ എന്ന് നമ്മൾ പറയില്ല, വോണ്ട് എന്നാ പറയാം. പീപ്പിൾ എന്ന് പറയുമ്പം ഒന്നിലധികം ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ വോണ്ട് ദേ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മളൊരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു ചെറിയ എഡിറ്റിംഗ് ഇവിടെ നമ്മൾ ചെയ്യാനുണ്ട്. വി വിൽ ഹാവ് ടു ഗോ ടു മുസോറി ഫോർ യുവർ ഗ്ലാസസ്. മണി പറയാണ് അല്ലെ. അപ്പൊ ഗ്രാനി എന്താ പറയുന്നത്? ഈസ് ഇറ്റ് വിൽ ടേക്ക് 2 days ടു റീച്ച് ദർ. വാട്ട് വുഡ് ടേക്ക് മീ
അവിടെ വാട്ടാണോ വരിക? നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അവിടെ വാട്ടാണോ വരിക? എന്നെ ആര് കൊണ്ടുപോകുന്ന ചോദിക്കുന്നത് അല്ലെ? അപ്പൊ പേഴ്സണെ പറയുമ്പോ അവിടെ നമുക്ക് എന്താ വരിക? ഹൂ ആണ് വരിക. അപ്പൊ മണി എന്ത് പറയാ? ഐ വിൽ ടേക്ക് യു. ആർ യു വോക്ക് ഓൾ ദ വേ ടു 9? ഒരു കാര്യം, ഒരു എബിലിറ്റി കഴിയോ എന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ആണോ എന്നുള്ള അർത്ഥമല്ലല്ലോ നമുക്ക് ചോദിക്കേണ്ടത്, കഴിയോന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ ആറല്ലല്ലോ അവിടെ വരേണ്ടത്, എന്താ വരിക? ക്യാൻ ആണ് അല്ലെ? ക്യാൻ യു ആണ് വേണ്ടത്. അത് കഴിഞ്ഞ് ഗ്രാനി എന്ത് പറയാ? യെസ് ഐ ക്യാൻ വോക്ക് ഓൾ ദ വേ ടു 9. ആ ആൻസറിൽ നോക്കുമ്പോ തന്നെ നമുക്ക് അവിടെ ചേർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അപ്പൊ മണി എന്ത് പറയാ? യു ആർ റിയലി ഗ്രേറ്റ്. ഇവിടെ നമ്മളിപ്പോ പഠിച്ച ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ? ഓക്സിലറി ആറാണ്. അപ്പൊ അവിടെ നമുക്ക് വാസി ചേർക്കാൻ പറ്റുമോ? വാസിന്റെ ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആറിനെ നമ്മൾ എന്ത് ചെയ്യാ? നെഗറ്റീവ് ആക്കി ആറിന്റെ യു, അതിലുള്ള സബ്ജക്റ്റിന്റെ പ്രോനോണും, അവിടെയും പ്രോനോൺ തന്നെയാണ് സബ്ജക്റ്റിൽ ഉള്ളത്. അതിന് ഗ്രാനി, ഇഫ് യു കം വിത്ത് മീ, നമ്മൾ നേരത്തെ പഠിച്ച ഈഫ് ക്ലോസ് അല്ലെ? ഇഫ് യു കം വിത്ത് മീ, ഇവിടെ ഈഫിന്റെ കൂടെ കം ബേസ് ഫോം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഐ വുഡ് ആണോ വരിക? അല്ല. ഈഫിന്റെ കൂടെ വേർബിന്റെ ബേസ് ഫോം ആയ കമ്മാണുള്ളത്. കെയിം ആണെങ്കിൽ നമുക്ക് വുഡ് ചേർക്കാമായിരുന്നു. ഇവിടെ കമ്മാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചേർക്കുക? വില്ലാണ് നമ്മൾ ചേർക്കേണ്ടത്. അതിന് മണി പറയാ, സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഷുഡ് ഹി ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചേർക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഷാൽ വി ആണ്. ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് ഓർക്കുക കേട്ടോ. അതിന് ലെറ്റ്സ് കൺവേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് എന്താണുള്ളത്? ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ്സും ആ ഒരു, അതായത് പരസ്പരം രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയൊക്കെ ഗ്രീറ്റ് ചെയ്യുക, എന്തൊക്കെയാ ചോദിക്കുക എന്നുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും വായിച്ച സമയം കളയുന്നില്ല. നമുക്ക് ഈ ഒരു ഗ്രീറ്റിംഗ്സും റെസ്പോൺസും ഒന്ന് രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഹായ് ഹലോ, തിരിച്ചും റെസ്പോൺസും ഹായ് ഹലോ തന്നെയായിരിക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുമ്പോൾ തിരിച്ച് റെസ്പോണും അത് തന്നെയായിരിക്കും. ഇനിയിപ്പോ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ വിധത്തിൽ ഇവിടെ പറയാം? ഐ ആം ഫൈൻ, താങ്ക് യു പറയാം, താങ്ക്സ്, ഓക്കെ, താങ്ക് യു, ഈ പറയുന്ന കാൺ കംപ്ലെയിൻ, നോട്ട് ബാഡ്, ഇതൊക്കെ നമുക്ക് ഹൗ ആർ യു ചോദിക്കുമ്പോൾ പറയാം. ഇനിയിപ്പോ നമ്മൾ ചിലപ്പം ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? നൈസ് ടു മീറ്റ് യു പറയും. അപ്പൊ തിരിച്ചു എന്താ നമ്മൾ പറയേണ്ടത്? നൈസ് ടു മീറ്റ് യു തന്നെയാണ് പറയേണ്ടത്. ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചാൽ എന്താ തിരിച്ചു പറയാ? ഹൗ ഡു യു ഡു തന്നെയാണ് തിരിച്ചു പറയാ. ചിലപ്പോൾ നമ്മളിപ്പോ നമ്മുടെ മോഡേൺ ലാംഗ്വേജിൽ നമ്മൾ ഹലോ ജിയോ വാട്സപ്പ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ വാട്സപ്പ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാൻ നോട്ട് മച്ച്, നത്തിങ് മച്ച്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഹൗസ് എവറിത്തിങ്, അപ്പൊ നമുക്ക് എന്ത് പറയാം? എവറിത്തിങ് ഈസ് ഫൈൻ അല്ലെങ്കിൽ ഓക്കെ. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് റെസ്പോൺസും പറയാൻ പറ്റും. ഇനി ഇതിലുള്ള ഈ ഒരു ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇവിടെ മണിയുടെ ട്രാവൽ സ്കൂൾ ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് മണി ഇങ്ങനെ എഴുതി വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിന് പറയുന്ന പേര് എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് അല്ലെ? അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ജേണൽ ആണ് കേട്ടോ. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു സംഭവത്തിന് പറയുന്നത് ജേണൽ ആണ്. എന്താണ് ജേണൽ എന്ന് ഇവിടെ നമുക്ക് ഈ ഒരു പിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജേണൽ ഈസ് എ റെക്കോർഡ് ഓഫ് സിഗ്നിഫിക്കന്റ് ഡീറ്റെയിൽസ് ഓഫ് യുവർ ലൈഫ് സച്ച് ആസ് യുവർ ഡെയിലി റുട്ടീൻ, യുവർ ഫീലിംഗ്, മെമ്മറീസ്, ട്രാവൽ എക്സ്പീരിയൻസ്, ഇതൊക്കെ എഴുതുന്നതിന് നമ്മൾ എന്ത് പറയും? ജേണൽ എന്ന് പറയും. അപ്പോൾ ജേണൽസ് ഓഫ് വാരിയസ് കൈൻഡ് സച്ച് ആസ് ഫോളോയിങ്, ഇവിടെ പല ടൈപ്പ് ജേണലുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മെമ്മറി ജേണൽ ഉണ്ട്, ട്രാവൽ ജേണൽ ഉണ്ട്, ഡെയിലി ജേണൽ ഉണ്ട്, കുക്കിംഗ് ജേണൽ ഉണ്ട്, ഡ്രീം ജേണൽ ഉണ്ട്, പ്രൊജക്ട് ജേണൽ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ദിനചര്യകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ജേണൽ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ നിങ്ങളെ ഗ്രൂപ്പിൽ നിങ്ങൾ പലതരം ജേണലുകളൊക്കെ ചർച്ച ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതുപോലെ ഒന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ട്രാവൽ സ്കൂൾ ട്രിപ്പ് പോലെ തന്നെ വേറെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ജേണലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓൾറെഡി എല്ലാ ഗ്രാമർ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ വീഡിയോ നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം വീഡിയോകൾ തന്നെയായിരിക്കും ഈ ചാനലിൽ വരിക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ബട്ടൺ അവൈലബിൾ ആണെങ്കിൽ ദയവേത് ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.